കുട്ടിക്കാലത്ത് സിനിമാ ഡിവിഡിയും ഫോറിൻ ഐറ്റംസും വാങ്ങാൻ ഭീമാപള്ളിയിൽ വരാത്ത 80s 90s കിഡ്സ് തിരുവനന്തപുരത്ത് ചുരുക്കമായിരിക്കും. എന്നാൽ ഈ ഭീമാപള്ളിക്കും ഇവിടുത്തെ ദർഗയ്ക്കും നൂറ്റാണ്ടുകളുടെ ചരിത്രവും പറയാനുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഭീമാപള്ളിയിലെ ദർഗയ്ക്ക് ഏകദേശം 500 വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതിനോടൊപ്പം ഒരു കഥയും. സൈദത്തുന്നിസ ഭീമാ ബീവിയുടെ മകൻ മാഹീൻ അബൂബക്കറിന്റെ ഖബറുകളാണ് ഭീമാപള്ളിയിലുള്ളത്. ഭീമാ ബീവിയുടെ പേരിലാണ് ഈ പള്ളി ഭീമാപള്ളി എന്നറിയപ്പെടുന്നത്. നബിയുടെ പിൻഗാമികളായ ഖുറേഷി ഗോത്രത്തിൽ ജനിച്ച ഭീമാ ബീവി തൻ്റെ മകനുമൊത്ത് അറേബ്യയിൽ നിന്നും ഇന്ത്യയിലെത്തി. ആതുര ശുശ്രൂഷയും മത ഉപബോധനവുമായി സഞ്ചരിച്ച അവർ കേരളത്തിൽ തിരുവല്ലത്തെത്തി. അതിവിദഗ്ധയായ വൈദ്യയായിരുന്ന ഭീമാ ബീവി അനേകം രോഗികളുടെ മാറാരോഗങ്ങൾ മാറ്റുകയും അവരെല്ലാം ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. ഇതിന് രാജാവ് ചുമത്തിയ കരം കൊടുക്കാൻ വിസമ്മതിച്ച മാഹീൻ അബൂബക്കറും നാട്ടുകാരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നു. അതിൻ്റെ വിഷമത്തിൽ ഭീമാ ബീവി മകൻ മരിച്ച 41-ാം ദിവസം മരണമടയുകയും ചെയ്തു എന്നാണ് കേട്ടുകേൾവി. ഈ പള്ളി വന്നത് 16-17 നൂറ്റാണ്ടുകളിലാണെങ്കിലും ഭീമാ ബീവിയുടെ മകൻ മാഹീൻ സാഹിബിൻ്റെ ഖബറുകൾ അതിനു മുന്നേ ഉണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഭീമാ പള്ളിയിലെ പ്രത്യേകതയാണ് ഇവിടുത്തെ 2 കിണറുകൾ. ഒന്നിൽ ചൂടുവെള്ളവും മറ്റേതിൽ തണുത്ത വെള്ളവുമാണ് കിട്ടുന്നത്. വിശ്വാസികൾ ഈ കിണറിലെ വെള്ളത്തിൽ രോഗശാന്തി നൽകാനുള്ള ശേഷിയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഭീമാപള്ളി ഉറൂസ് ജാതിമത ഭേദമന്യേ തിരുവനന്തപുരം കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ്. ഉറൂസ് അഥവാ ചന്ദനക്കുട ഉത്സവത്തിൽ ചന്ദനക്കുടത്തിൽ കാണിക്ക നേർച്ച വിശ്വാസികൾ സമർപ്പിക്കുന്നു. അപ്പോൾ ഭീമാപള്ളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇനി അവിടെയുള്ള നൂറ്റാണ്ടുകളുടെ ചരിത്രം കൂടെ ഓർക്കുക. ന്യൂ ഇയർ ട്രിവാൻഡ്രം സീരീസിലെ എല്ലാ വീഡിയോസിൻ്റെയും സോഴ്സും ക്രെഡിറ്റ്സും ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. വീഡിയോസിൽ അഥവാ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ റെസ്പെക്ട്ഫുൾ ആയിട്ട് കമൻസിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്.